മണ്ഡലത്തിലും 1.25 ലക്ഷത്തോളം വോട്ട് BJP നേടിയിട്ടുണ്ട്. പക്ഷേ വിലയിരുത്തുമ്പോൾ LDFിൻ്റെ ഇത്രയും നിർണായകമായി മാറിയതുപോലെ BJP അത്രയും വോട്ട് പിടിച്ചുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് വിശദമായ പരിശോധന നടത്തിയിട്ടാണ് പറയാൻ കഴിയുള്ളൂ. ഇടതുപക്ഷത്തിന് ഇപ്പോൾ നമ്മൾ റിസൾട്ട് വന്ന ഒരു മണ്ഡലം ആലത്തൂരാണ്. രണ്ടാമത്തെ മണ്ഡലം ആറ്റിങ്ങലാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണത്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നമ്മുടെ കേരളത്തിൽ 2019 സംഭവിച്ച പോലെ തന്നെയുള്ള ഒരു ഫലമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണെന്ന് കൃത്യമായിട്ടുള്ളൊരു പരിശോധന നടത്താതെ അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കുമെന്ന് കരുതിയ സീറ്റുകൾ നഷ്ടപ്പെടാൻ കാരണമെന്നുള്ളത് അത് പ്രത്യേകം കേരളത്തിൽ LDF കഴിഞ്ഞ ഭരണ തുടർച്ചയുണ്ടായി, പക്ഷേ ഇവിടെ തോൽക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു പൊതുവികാരം കേരളത്തിൽ ഉണ്ടായി വരുന്നതായിട്ട് മനസ്സിലാക്കുന്നു. പൊതുവികാരം നമ്മുടെ ഗവൺമെൻറ് വിരുദ്ധ വികാരം ഉണ്ടായോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഗവൺമെൻറ് വിരുദ്ധ വികാരം കഴിഞ്ഞ 2019 ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ 2019 അങ്ങനെ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ രാവിലെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ 2020 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിനുശേഷം 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ മുന്നണിക്ക് 2016 കൂടുതൽ സീറ്റ് ലഭിക്കുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ 2020 2021 ഇടതുപക്ഷ മുന്നണി മുന്നേറാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഭരണ വിരുദ്ധ വികാരമല്ല, പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ്. ഒരുപക്ഷെ കേരള ജനത കൈവിട്ടു എന്നൊന്നും പറയാൻ കഴിയില്ല. ഇപ്പോൾ തൽക്കാലം ഒരു പരാജയം സംഭവിച്ചു എന്നുള്ളത് ഇതാണ്. അത് ദേശീയ തലത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടണം എന്നുള്ളതാണ് CPM മുന്നോട്ട് വെച്ച ആശയം. നമ്മുടെ ദേശീയ തലത്തിൽ ഇടതുപക്ഷങ്ങളുടെ സ്വാധീനം കുറഞ്ഞു വന്ന സന്ദർഭത്തിലാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. ആ ആശയം ഏറ്റവും ശരിയായിരുന്നു. ഇന്ത്യയിലെ ഭരണം ഒരു ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കണം എന്നാണ് പാർട്ടി എക്കാലത്തും പറഞ്ഞത്. മതനിരപേക്ഷ ശക്തികളുടെ കയ്യിലേക്ക് എത്തിക്കണം. അതിന് വിട്ടുവീഴ്ചയോടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അവിടെ CPM എന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നും മാത്രം ബലം പിടിച്ചു നിന്നാൽ പറ്റില്ല എന്നും മതനിരപേക്ഷ ശക്തികളെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ എന്തെല്ലാം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ ആ വിട്ടുവീഴ്ചയെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ്. പ്രധാനമായിട്ടും ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ കൊണ്ടുവരിക എന്നുള്ളതിനായിരുന്നു CPMഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ലക്ഷ്യം വെച്ചത്. ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ അതിനോടൊപ്പം തന്നെ ശക്തിപ്പെടുത്തുകയും വേണം. ഇപ്പോൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷങ്ങളുടെ പെർഫോമൻസ് കുറച്ചുകൂടി കഴിഞ്ഞ 2019 മെച്ചപ്പെടുന്നു എന്നുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. രാജസ്ഥാനിലും ബീഹാറിലും അതുപോലെ തമിഴ്നാട്ടിലും ഒക്കെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുണ്ട്. ബംഗാളിൽ ചെറിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അതിൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ടും വന്നില്ല. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷങ്ങളുടെ സ്വാധീനം കുറേശ്ശെയായിട്ട് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്. അതുപോലെ തന്നെ മതനിരപേക്ഷ ശക്തികളെ വിജയിപ്പിക്കുന്നതിലും ഇടതുപക്ഷം ചെറുതല്ലാത്ത സംഭാവന നൽകിയെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കിട്ടിയത്. ഇപ്പോൾ രാജസ്ഥാനിലടക്കം ഉണ്ടായ മുന്നേറ്റത്തിൽ ഇടതുപക്ഷങ്ങളിലെ സ്വാധീനം അവിടെ മതനിരപേക്ഷ ശക്തികൾക്ക് ഗുണമായിട്ടുണ്ട് എന്നാണ് തിരിച്ചറിയാൻ കഴിയും. ഈ മതന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ LDFിൻ്റെ കൈവിടുകയാണെന്നൊരു തോന്നലുണ്ടോ? ഇല്ല, മതന്യൂനപക്ഷങ്ങളൊന്നും അങ്ങനെ കൈവിട്ടു പോകില്ല. കാരണം അവരെ സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷം ശക്തിപ്പെടണം, ഒരു സംശയമില്ല.